ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പൊക്കാറയിലാണുള്ളത്. ഇവിടെ നിന്ന് ഇനി കാഠ്മണ്ഡുവിലേക്ക് പോവാണ് ബസ് എടുത്തത്. അപ്പോൾ സുഭാഷ് ബ്രോ എന്നെ സ്റ്റോപ്പ് വരെ ഇറക്കി തരാൻ വന്നിട്ടുണ്ട്. അപ്പോൾ സൂസൻ ബ്രോയോട് ബായ് പറഞ്ഞ് ഞാൻ ഇറങ്ങാണ്. ബൈ ബൈ. അപ്പോൾ നേരെ ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് ഈ കാഠ്മണ്ഡുവിലെ ബസ് എടുത്ത് നേരെ കാഠ്മണ്ഡുവിലേക്ക്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി പോവാണ്. ഇതൊക്കെ ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികളാണ് കേട്ടോ. ചിലപ്പം ആർമിക്ക് വേണ്ടി ട്രെയിൻ ചെയ്യുകയായിരിക്കും, അറിയത്തില്ല. അങ്ങനെ ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സുഭാഷ് ബ്രോ എന്നെ ഇവിടെ ഇറക്കിയിട്ടാണ് ഉള്ളത്. ടിക്കറ്റ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബസ്സിൽ നിന്ന് പേ ചെയ്യണം. സുഭാഷ് ബ്രോ എന്നെ വിട്ട് പോവാണ്. താങ്ക്സ് ഫോർ എവരിതിങ്. അപ്പോൾ ബ്രോ എന്നെ ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയിട്ടുണ്ട്. നമുക്കെന്തായാലും അവിടെ നിന്ന് ചായ കുടിക്കാം. നിങ്ങളെന്തായാലും പൊക്കറ വരുന്നുണ്ടെങ്കിൽ സുനഹരി ഒരു നല്ലൊരു ഹോസ്റ്റലാണ് കേട്ടോ. എന്തായാലും പൊക്കറ വിട്ട് ഞാൻ ഈ കാഠ്മണ്ഡുവിലേക്ക് പോവാണ്. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ബന്നോ അല്ലെങ്കിൽ ചായ ആറ്റം കുടിക്കാം. അങ്ങനെ ചായ വന്നിട്ടുണ്ട്. ചായയും ഇതെന്താണ് പപ്സ് പോലത്തെ എന്തൊരു ഐറ്റമാണെന്ന് തോന്നുന്നു. ആപ്പിൾ വെച്ചിട്ടുള്ള ബന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തായാലും ഇത് കഴിക്കട്ടെ. എൻ്റെ ബസ് ഇപ്പോൾ 7 മണിക്കാണ് എടുക്കുക. ഏകദേശം സമയാവറായി. അപ്പോൾ ഇതാണ് എൻ്റെ ബസ്. ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബസ്സിലേക്ക് കയറാം. കണ്ടോ, ഫുള്ള് അടിപൊളിയാണ്. കണ്ടോ, നൈസല്ലേ. ബസ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ് ഉള്ളത്. ഇവിടെ ബൊഫെ പോലത്തെ സെറ്റപ്പാണ്. കണ്ടോ, ചൗമീൻ, പൂരി, അതുപോലെ ഫ്രൈഡ് റൈസ് അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ബൊഫെ പോലെ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ക്യാപ്പിച്ചിനോ പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് ബസ് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 4-5 മണിക്കൂർ ഓട്ടമുണ്ട് കാഠ്മണ്ഡുവിലേക്ക്. നമ്മുടെ ബസ് അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണുള്ളത്. കണ്ടോ, ഇവിടെ എല്ലായിടെയും ബൊഫേ സിസ്റ്റമാണ് കാണുന്നത്. ഈ റെസ്റ്റോറൻറ്റ് സൈഡിലായിട്ട് നമുക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. റിവർ വ്യൂ ആണ് ഉള്ളത്. വേറെ ലെവൽ വ്യൂ അല്ലേ. റിവർ വ്യൂ ആണ് ഉള്ളത്. പക്ഷേ റിവറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വേസ്റ്റൊക്കെ കാണാൻ പറ്റും. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഞാൻ ബസ്സിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഒന്നും കഴിക്കുന്നില്ല, കാരണം ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു, കാരണം എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ ഇവിടെ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്കെല്ലാം വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ. ബസ്സിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടാണ് പോകുന്നത്. ഞാനൊരു ലേസ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കാഠ്മണ്ഡുവിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും എനിക്കിവിടെ ഒരു ഹോസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ പോകാനുണ്ട്. കാഠ്മണ്ഡു അത്യാവശ്യം നല്ലപോലെ ക്രൗഡഡ് ആയിട്ടുള്ള നല്ല തിരക്കുള്ള ഒരു സിറ്റിയാണ്. അങ്ങനെ ഞാനിവിടെ ടെമ്പിളിൻ്റെ അടുത്തെത്തി. അടുത്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. കാഠ്മണ്ഡു നിങ്ങൾ കണ്ടില്ലേ, നല്ലപോലെ തിരക്കുള്ളൊരു സിറ്റിയാണ്. അടുപ്പിച്ചിങ്ങനെ വീടുകളൊക്കെ ആയിട്ട് കണ്ടോ. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവായിരിക്കും. എൻ്റെ മുംബൈയിലുള്ള വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഞാൻ പരിചയപ്പെട്ടതാണ് ഞാൻ കാഠ്മണ്ഡുവിലുള്ള. അപ്പോൾ ബ്രോയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇനി എന്തായാലും ഒന്ന് ഫ്രഷ് ആവണം. അതിനുവേണ്ടിയാണ് ഞാൻ ഡ്രസ്സൊക്കെ ഇവിടെ എടുത്ത് വെച്ചത്. എന്തായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ സ്വയംഭുനാഥ ടെമ്പിളിലാണുള്ളത്. നമ്മുടെ യോധ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണിത്. കണ്ടോ, സ്വയംഭുനാഥ ടെമ്പിൾ അല്ലെങ്കിൽ സ്വയംഭുനാഥ സ്തൂപ എന്ന് പറയാം. അതല്ലെങ്കിൽ മങ്കി ടെമ്പിൾ എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. എന്തായാലും യോധ മൂവി നമുക്ക് എല്ലാവർക്കും മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടൊരു മൂവിയല്ലേ. ആ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വാവ്, ഒരുപാട് മെമ്മറീസ് ഇതിലൂടെ നടക്കുമ്പോൾ ആ മൂവിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഇത്. കാഠ്മണ്ഡുവിലെ ഒരു മൗണ്ടൈൻ്റെ മുകളിലായിട്ടാണ് ഈ ടെമ്പിൾ വരുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കൈ നോക്കുന്ന ഒരാളെ കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് മങ്കീസിനെയും കാണാൻ പറ്റും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിന് മങ്കി ടെമ്പിൾ എന്ന് പറയുന്നത്. ഒരുപാട് സ്റ്റെപ്പാണ് കേട്ടോ. ഒരുപാട് സ്റ്റെപ്പ് കയറി നമ്മളിങ്ങനെ പോകണം. കരിക്കൊക്കെ വിൽക്കുന്നതായിട്ട് കാണാം സൈഡിലായിട്ട്. കരിക്ക്, കുക്കുംബർ, അതുപോലെ ഫ്രൂട്ട്സൊക്കെ. വാ, ബുദ്ധമതം മാത്രമല്ല ഹിന്ദുമത വിശ്വാസികളും ഇവിടെ ആരാധന നടത്തുന്നുണ്ട്. കണ്ടോ, ഒരുപാട് കുരങ്ങന്മാർ കാണുന്നുണ്ട് കണ്ടോ. ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. മരത്തിൻ്റെ മുകളിലൊക്കെ ഫുള്ള് കുരങ്ങന്മാരാണ് കേട്ടോ. അവരിങ്ങനെ ചാടി കളിക്കുകയാണ്. നമുക്ക് ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെക്കുന്ന കാരണം സിംഗിങ് ബോളാണ് കേട്ടോ. ഗുഡ്. പിന്നെ ബ്രേസ്ലെറ്റ് അതുപോലുള്ള കണ്ടോ, ഒരുപാട് സ്റ്റെപ്പ് നമുക്ക് കയറി പോകണം. നിങ്ങൾ ഏതായാലും കാഠ്മണ്ഡു വന്നാൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്.
നമ്മൾ മലയാളികൾക്ക് വിസിറ്റ് ചെയ്യാൻ മറ്റൊരു കാരണമുണ്ട്. യോധ മൂവി ലൊക്കേഷൻ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൂവിയാണത്. കണ്ടോ, ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ഏകദേശം എത്താറായി. ഇവിടുന്ന് എന്തോ ഒരു ചെറിയ ആഡൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇന്ത്യൻസിന് 50 രൂപയാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് കണ്ടോ, കാഠ്മണ്ഡു സിറ്റി. അത്യാവശ്യം നല്ല വലിയൊരു സിറ്റിയാണ് കേട്ടോ. സിറ്റി വ്യൂ നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റും. ഞാൻ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. നമുക്ക് എന്തായാലും ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. നമ്മളങ്ങനെ ടെമ്പിളിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. വാവ്, ഇവിടെ ചെറുതായിട്ട് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മളിങ്ങനെ പ്രയർ വീൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ടെമ്പിളിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിതുപോലുള്ള ഒരുപാട് കടകളൊക്കെ കാണാൻ പറ്റും. കണ്ടോ, പല പല ഐറ്റംസ് ഇങ്ങനെ വിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. വാവ്, ഒരുപാട് സുവനീർസും കാണാം. കണ്ടോ, ഇതുപോലുള്ള ഒരുപാട് കടകളുണ്ട് കേട്ടോ. ആൻറ്റിക്സ് പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന. എന്തായാലും നമ്മൾ ടെമ്പിളിൻ്റെ അവിടെയാണ് ഉള്ളത്. കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ പെയിൻറ്റിങ്സ് ഇതുപോലുള്ള പെയിൻറ്റിങ്സിൻ്റെ കടകൾ ഒരുപാടുണ്ട്. ചൈനയിൽ നിന്ന് ഒരുപാട് പേര് നേപ്പാളിലേക്ക് വരുന്നുണ്ട്. ബിസിനസ്സായിട്ടും അതുപോലെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ട്രാവലേഴ്സായിട്ടും ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. വാവ്, നൈസാട്ടോ. വേറെ ഒരു വൈബാണ് ഇതിലൂടെ നടക്കുമ്പോൾ. എന്തായാലും നിങ്ങൾ കാഠ്മണ്ഡു വരുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ടെമ്പിളാണ്. ഇവിടെ നമുക്ക് കാഠ്മണ്ഡു സിറ്റി മൊത്തമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. ഞാനെന്തായാലും ഇനി തിരിച്ചിറങ്ങാണ്. 2015 എർത്ത് ക്വേക്ക് സമയത്ത് ഇവിടെയുള്ള 2 സ്തൂപകൾ നശിച്ചു പോയിരുന്നു. എന്നിട്ട് യുനെസ്കോ അത് റീബിൽഡ് ചെയ്തതാണ്. ഞാനെന്തായാലും ഇനി ഇവിടുന്ന് കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിലേക്കാണ് പോകുന്നത്. കാണാൻ നല്ല രസമില്ല. എൻട്രൻസിൽ നമുക്ക് ഇതുപോലുള്ള കാണാൻ പറ്റുന്നുണ്ട്. നൈസല്ലേ? ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ കാഠ്മണ്ഡു വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഈ ടെമ്പിള്. വേറെ രസമാണ്. നമ്മളെന്തായാലും ഇനി ഇവിടുന്ന് ദർബാർ സ്ക്വയറിലേക്ക് പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ പോകാനുണ്ട്. കാഠ്മണ്ഡു ടൗൺ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൗണാണ്. കണ്ടോ, ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് പൊക്രയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലപോലെ ഒരു തിരക്കുണ്ട്. ഇനി ഇത് ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് കൾച്ചറൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന ഒരു സിറ്റിയാണ് കാഠ്മണ്ഡു. എന്തായാലും നമുക്ക് ദർബാർ സ്ക്വയറിലേക്ക് പോകാം. ഇങ്ങനെ നമ്മളിപ്പോൾ ദർബാർ സ്ക്വയറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ കേട്ടോ, ഇതുപോലെ ചുടുകട്ടയും മരം കൊണ്ടും നിർമ്മിച്ച ടെമ്പിളുകളും അതുപോലെ ബിൽഡിങ്സൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് ആ പഴമ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഫുള്ള് മരപ്പണികളാണ്. മരപ്പണിയും അതുപോലെ ചുടുകട്ട കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള അമ്പലവും കാണാൻ തന്നെ വേറെ രസമാണ്. കുറേ ആളുകളൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റുന്നത് അവർ സൈഡിലായിട്ടുള്ള ഈ ഒരു ചുവന്ന കളറിലുള്ള അത് അവർ ചേഞ്ച് ചെയ്ത് പുതിയത് വിൽക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇതുപോലുള്ള സുവനീർ വിൽക്കുന്ന ഷോപ്പുകൾ ഒരുപാടുണ്ട് ഇവിടെ. ഒരുപാട് ആൻറ്റിക്സ് പോലത്തെ ഐറ്റംസ്, ആൻറ്റിക്സ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഐറ്റംസ് വിൽക്കുന്ന കടകളാണ് അധികം കാണുന്നത്. നൈസല്ലേ? കേട്ടോ, വാ, നൈസാണ്. ദർബാർ സ്ക്വയർ നല്ല രസമാണ് കേട്ടോ ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ. കേട്ടോ, ഈ ഒരു ചുവന്ന കളറുള്ള റിബൺ ചേഞ്ച് ചെയ്യാണ് കേട്ടോ, പുതിയത്. എനിക്ക് തോന്നുന്നത് എന്തോ ഫെസ്റ്റിവലോ മറ്റോ വരാനുണ്ട്, അതുകൊണ്ടാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്, അറിയത്തില്ല. ഇവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ രഥങ്ങൾ കാണാൻ പറ്റും. കണ്ടോ, വാ, അധിക സ്ഥലത്ത് ഇങ്ങനെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെയൊക്കെ പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് ഇവിടെയായിട്ട് നേപ്പാളി ഫ്ലാഗ് കാണാൻ പറ്റും. ലോകത്ത് തന്നെ ഈ ഒരു ഷേപ്പിലുള്ള ഫ്ലാഗ് നേപ്പാളിന് മാത്രമേ ഉള്ളൂ. കണ്ടോ, മൗണ്ടൈനെ സൂചിപ്പിക്കുന്നതായിട്ടും അതുപോലെ 2 മതങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെയാണ് പറയുന്നത്. ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും നമുക്ക് റെക്റ്റാങ്കിൾ ഫ്ലാഗ് കാണാറുള്ളത്. ഈ നേപ്പാളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ തരത്തിലുള്ള ഫ്ലാഗ്. കണ്ടോ, നമുക്ക് ഈ ദർബാർ സ്ക്വയറിൽ 3 തരത്തിലുള്ള ആർക്കിടെക്ചർ കാണാൻ പറ്റും. ഈ വൈറ്റ് കളറിൽ കാണുന്നത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറാണ്. ഇതിന് നേരെ ഇപ്പുറത്തായിട്ട് കാണുന്നത് നമുക്ക് നേപ്പാൾ സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറാണ്. കണ്ടോ, ഇങ്ങനെയുള്ള നേപ്പാൾ സ്റ്റൈലുകൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് മറ്റൊരു തരത്തിലുള്ളത്. ഈ ഒരു 3 തരത്തിലുള്ള ആർക്കിടെക്ചർ നമുക്ക് ഈ ദർബാർ സ്ക്വയറിൽ പലയിടങ്ങളിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇവിടെ നിന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് കാണാൻ തന്നെ വേറൊരു രസമാണ്. കണ്ടോ, വാവ്, ഒരുപാട് ടെമ്പിൾസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളിപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഈ ഒരു സൈഡിലായിട്ട് നോക്കിയാൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ കടകൾ കാണാൻ പറ്റും, പലതും വിൽക്കുന്നത്. ഇപ്പോൾ ദർബാർ സ്ക്വയറിൽ ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ ഇതൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നതായിട്ട് കാണാൻ പറ്റും.
നമുക്ക് എന്തായാലും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഇവിടുത്തെ മോമോ ട്രൈ ചെയ്യാൻ എൻ്റെ ഇവിടെ സൂസമറോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാഠ്മണ്ഡുവിലുള്ള. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ മോമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നേപ്പാളിൽ ഇങ്ങനെ ബബിൾ ടീ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. എല്ലാ സൈഡിലും നമുക്ക് നോക്കിയാലും ബബിൾ ടീ കാണാൻ പറ്റും. ഞാൻ എന്തായാലും മോമോ കഴിക്കേണ്ടിട്ട് വന്നതാണ്. ഇവിടെ ആയിട്ട് നമുക്കൊരു കട കാണാൻ പറ്റും, മെഗി മോമോ സെൻറ്റർ. ഈ ഒരു ഷോപ്പിൽ നോക്കുകയാണെങ്കിൽ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് മോമോ കഴിക്കാം. പെപ്സിയെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവര്. ചിക്കൻ മോമോ എന്നാണ് പറഞ്ഞത് ഒരു പ്ലേറ്റ്. ഇങ്ങനെ നമ്മുടെ മോമോസ് ഇവിടെ എത്തിയിട്ടുണ്ട്, കഴിച്ച് നോക്കാം. ചിക്കൻ മോമോ ആണ്, നൈസാട്ടോ, വേറെ ലെവലാണ്. മസാല എല്ലാം ഇങ്ങനെ ഡിപ്പ് ചെയ്യാം. അതിനുശേഷം അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം, അടിപൊളിയാണ്. അങ്ങനെ ഞാനിപ്പോൾ മോമോ കഴിച്ചിറങ്ങി. 150 രൂപയാണ് ആയത്. ഇനി എന്തായാലും ഞാൻ ഇവിടുന്ന് തമിഴ് സൈഡിലേക്കാണ് പോകുന്നത്. പോകും, ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നടന്നു പോകാം. ഇപ്പോൾ നേപ്പാളി കല്യാണത്തിന് അവരിടുന്ന ഡ്രസ്സായിരിക്കാനാണ് സാധ്യത. ഇതൊക്കെ കണ്ടോ, അവരുടെ ട്രഡീഷണൽ ക്യാപ്പാണ് നിങ്ങളെ കാണുന്നത്. പിന്നെ നേപ്പാളിൽ നമ്മൾ ഏതൊരു ജംഗ്ഷനിൽ എത്തിയാലും അവിടെ ഒരു ടെമ്പിൾ ഉണ്ടാവും കണ്ടോ. നമ്മളെന്തായാലും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ തമിഴിൽ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ ഒരുപാട് ചൈനീസ് കാർ കാണാൻ പറ്റും. ഈ കാണുന്നത് ചൈനീസ് കാറാണ്. നേപ്പാളിലെ വണ്ടികളൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്, കാരണം ഇവിടെ മാനുഫാക്ചർ ഒന്നും ചെയ്യുന്നില്ല. എല്ലാ വണ്ടികളും എക്സ്പോർട്ട് ചെയ്യുകയാണ് ഇന്ത്യയിൽ നിന്നും അതുപോലെ ചൈനയിൽ നിന്നും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ്. ഇവിടെ കുക്കറി, നമുക്ക് ഈ ഒരു വാളിവിടെ കാണാൻ പറ്റും, കത്തി ഇവിടെ കാണാൻ പറ്റും. എൻ്റെ മോനെ, മരകായുധത്തിൽ പെടുന്നൊരു സംഭവമാണ്, നല്ല ഷാർപ്പാണ് ഇത്. പ്രത്യേകിച്ചായിട്ട് കാണുന്നത് ഇതുപോലുള്ള ബാഗ് നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ രുദ്രാക്ഷം നല്ല ചീപ്പായിട്ട് കിട്ടും. നിങ്ങൾക്ക് രുദ്രാക്ഷം വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കൊള്ളാം. ഓ, വീണ്ടും ഇതാ നല്ല നല്ല പല പല മോഡൽസിലുള്ള കത്തി കാണുന്നുണ്ട്, നൈസാണ്. സിംഗിങ് ബോളിൻ്റെ വലിയൊരു കളക്ഷൻ ഈ കടയിൽ കാണുന്നുണ്ട്. ചെറിയ ഫ്രിഡ്ജ് മാഗ്നറ്റ് അതുപോലുള്ള ഐറ്റംസ് കൊള്ളാം. ഞാനിപ്പോൾ തമിഴിൽ ഇങ്ങനെ ബോറടിച്ചിട്ട് ഞാനിങ്ങനെ ഓരോ ഹോസ്റ്റൽക്കാർ വെറുതെ എത്രയാണ് പ്രൈസ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വേറെ ഹോസ്റ്റലിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ റേറ്റ് എത്രയാണെന്ന് നോക്കാം. ഓ, മഴയും പെയ്തല്ലോ. ഇവിടെ 500 രൂപക്കാണ് ഡോമെട്രി സ്റ്റാർട്ടാവുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ബെഡൊക്കെ അറേഞ്ച് ചെയ്തത്. 500 രൂപ, നൈസല്ലേ. വേറെ ഒന്നും ചെയ്യാനില്ല തമ്മിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ കാര്യം വിസിറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് കണ്ടോ. നമുക്ക് ഇവിടുന്ന് സിറ്റി വ്യൂ നല്ല പോലെ ഉണ്ട്. കൊള്ളാം അല്ലേ, നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ 500 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 310 രൂപ അങ്ങനെ ആവുന്നുള്ളൂ. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, അത്യാവശ്യം നല്ല ഹോസ്റ്റലാണ്. ഞാനിപ്പോൾ തമിഴിലെ ഹോസ്റ്റൽ ടൂർ നടത്തുകയാണ്. ഈ ഒരു ഹോസ്റ്റലിലേക്കാണ് ഞാൻ വരാൻ നോക്കിയത്. അപ്പോൾ ഞാൻ അവിടെ ബോർഡ് കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയതാണ്. ഇതിൻ്റെ പേര് ബിഗ് ട്രീ, കാരണം ഇവിടെ നമുക്ക് വലിയൊരു മരം കാണാൻ പറ്റും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ പേരിട്ടത്. നമുക്കെന്തായാലും ഇവിടുത്തെ റേറ്റ് ഒന്ന് നോക്കി നോക്കാം. ഈ ഒരു പ്രോപ്പർട്ടിയും മോശമില്ല, ചെറുതാണ്, 6 ബെഡാണ് വരുന്നത്. അവിടെയും 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. മോശമില്ല, അതും അത്യാവശ്യം ചീപ്പാണ്. രണ്ട് സ്ഥലത്തും ചീപ്പാണ്. രണ്ടും കമ്പാരിറ്റീവ്ലി രണ്ടും സെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടിയും ചെറുതാണ്, മറ്റേത് നല്ല വിശാലമായിട്ട് നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഇതിന് നേരെ ഇപ്പുറത്തായിട്ട് വേറൊരു ഡോമെട്രിയും കാണുന്നുണ്ട്, ഹോസ്റ്റൽ പ്ലാനറ്റ് നൊമാഡ്. ഏകദേശം പ്രൈസൊക്കെ സെയിം ആവാനാണ് സാധ്യത. അവിടെ നമുക്ക് 400 രൂപയ്ക്ക് റൂം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കയറണം. 4ാമത്തെ ഫ്ലോറിലാണ് 10 ബെഡ്സ് ആണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ ഇന്നേരം മുകളിൽ കയറി നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്, ചെറിയൊരു കഫേ ഉണ്ട്, സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നൈസ് പ്ലേസാണ്, രണ്ടും കൊള്ളാം കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ തമിഴിലൂടെ ഇങ്ങനെ വെറുതെ നടക്കുകയാണ്. ഇവിടെയായിട്ട് നമുക്ക് ക്ലൈമ്പിംഗ് സെൻറ്റർ കാണാൻ പറ്റും കണ്ടോ. കാഠ്മണ്ഡു ക്ലൈമ്പിംഗ് സെൻറ്റർ, മൗണ്ടൻ ക്ലൈമ്പിംഗ് നമുക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് കണ്ടോ. അടിപൊളിയാണ്. ഇവിടെ നമുക്ക് ഒരു മാസത്തേക്ക് എടുക്കാം. അതുപോലെ സിംഗിൾ ക്ലൈമ്പിങ്ങിന് 500 രൂപ. ഒരു മാസത്തേക്ക് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ 4000 രൂപയായിട്ടാണ് വരുന്നത്. ഞാനങ്ങനെ തമിഴിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോവാണ്. തമിഴിൽ നൈറ്റ് ലൈഫ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പിന്നെ ഒരു ദിവസം വരാം. എന്തായാലും ഞാനിപ്പോൾ റൂമിലേക്ക് പോവാണ്. ഇവിടുന്ന് ഏകദേശം 45 മിനിറ്റ് നടക്കാനുണ്ട്. ഏകദേശം ഒരു 3 കിലോമീറ്റർ ആയിട്ടും പോകാനുണ്ട്. ഞാനങ്ങനെ തിരിച്ചെൻ്റെ റൂമിലെത്തിയിട്ടുണ്ട് കണ്ടോ. എൻ്റെ ഫ്രണ്ടാണിത്, നയൻ. എന്തായാലും 1-2 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ്. സീ യു ഗൈസ്, ബൈ.